ആപ്കി അദാലത്തിൽ കോമഡിയുടെ രാജാവ് കപിൽ ശർമ്മയുടെ മേലുള്ള കുറ്റാരോപണം ഇതാണ്. സിനിമയോടുള്ള ഇദ്ദേഹത്തിന്റെ അടങ്ങാത്ത അഭിനിവേശം. കപിൽ, ടിവിയാണ് താങ്കളെ ഇത്രയും വലിയ സ്റ്റാർ ആക്കിയത്. ലോകം മുഴുവനും താങ്കൾ പ്രശസ്തനുമായി. എത്ര പേർ താങ്കളെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ താങ്കളോ ടിവി ഉപേക്ഷിച്ച് വീണ്ടും വീണ്ടും സിനിമയിലേക്കാണല്ലോ പോകുന്നത്. സിനിമ എന്ന ആ പ്രേതം താങ്കളെ മുംബൈയിൽ വന്നതിന് ശേഷമാണോ പിടിച്ചത്, ഇല്ല അമൃത്സർസിൽ വെച്ച് തന്നെ പിടിച്ചോ? ഹലോ മാഡം. സാർ, ഞാൻ അമൃത്സറിലായിരുന്നപ്പോ ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ഞാനൊരു സിംഗറായിട്ട് അറിയപ്പെടുമെന്നായിരുന്നു കരുതിയിരുന്നത്. ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ വന്നപ്പോൾ ദാദർ എക്സ്പ്രസ്സിൽ വന്ന സമയത്ത് 72 സീറ്റർ ബോഗിയില്ലേ ട്രെയിൻ കമ്പാർട്ട്മെന്റ്, അതിനകത്തുണ്ടായിരുന്ന 69 പേരും സിംഗേഴ്സ് ആയിരുന്നു. ഞാൻ അപ്പൊ തന്നെ ഒരു തീരുമാനം എടുത്തു. നീ എങ്ങോട്ടാ പോകുന്നു ചോദിച്ചപ്പോ ഞാനൊരു ജോലിയുടെ ആവശ്യത്തിന് പോവാണെന്ന് പറഞ്ഞു. കാരണം ഇവിടെ അതിന് മാത്രം സിംഗേഴ്സ് ഉണ്ട്. ഇന്ത്യയിലെ ടാലന്റിന് ഒരു കുറവുമില്ല. അതായത് സാർ, ഞാൻ ഈ ടിവിയിലെ ഷോയൊക്കെ ചെയ്ത് ആളുകൾ എന്നെ മനസ്സിലാക്കി തുടങ്ങിയപ്പോ അതിന്റെ പുറകെ തന്നെ സിനിമയും എന്നെ തേടി വന്നു. ആ സിനിമയിൽ 4 ഹീറോയിൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനാകെ വണ്ടടിച്ചിരുന്നു. സത്യം. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഈ ഹീറോയിൻസിനെയൊക്കെ നമ്മൾ കാണാറില്ലേ, അതായത് നമ്മുടെ ഷോയിൽ വന്ന് നമ്മോടൊപ്പം സമയം ചെലവഴിച്ച് അവർ ശരിക്കും അടിച്ചു പൊളിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പടത്തിൽ 4 ഹീറോയിൻസ്. പക്ഷെ അതിനുശേഷം എനിക്ക് കിട്ടിയ പടത്തിൽ ഒരു ഹീറോയിനെ ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനുമായിരുന്നു. ചെറിയ പിള്ളേരെ നോക്കുന്നതാണ് ഇതിലും ബെസ്റ്റ് എന്ന് എനിക്ക് അപ്പൊ തോന്നി. അങ്ങനെയുള്ള റൊമാൻസ് ഒന്നും എനിക്ക് പിന്നീട് കിട്ടിയിട്ടേ ഇല്ല. പക്ഷെ ഒരു കാര്യം പറയാൻ താങ്കൾ മറന്നുപോയി. അമൃത്സറിൽ ഒരു ഫിലിം ഷൂട്ടിങ്ങിന് താങ്കൾ പോയിരുന്നു. അതെ, സണ്ണി ദിയോളിനെ കാണാൻ വേണ്ടിയാണ് പോയത്. അതെ സാർ. പക്ഷെ താങ്കളെ കഴുത്തിന് പിടിച്ച് പുറത്ത് കളഞ്ഞു അല്ലേ? കഴുത്തിലൊന്നും അടിച്ചിട്ടില്ല, ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും അടി കിട്ടി. എന്താ സംഭവിച്ചെന്ന് വെച്ചാ, ഞാൻ ഈ കണ്ടിട്ട് അഴിച്ചു നോക്കട്ടെ. ഇതെനിക്ക് ശീലമില്ലാത്ത കാര്യമാണ്. എന്റെ ഭാര്യ പറഞ്ഞു രജിസ്ഥാന്റെ ഷോ ഭയങ്കര പോപ്പുലർ ആണ്, അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സെക്സി ആയിട്ട് പോകണം. എന്തായാലും എൻട്രി ഒക്കെ കഴിഞ്ഞില്ലേ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. എന്റെ അച്ഛന് അവിടെയായിരുന്നു ഡ്യൂട്ടി. അദ്ദേഹം പോലീസിലായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, സണ്ണി ഡിയോളിന്റെ ഗദർ എന്ന സിനിമയുടെ ഷൂട്ട് നടക്കുന്നുണ്ട്, നിനക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അവിടെ സീൻ എന്താന്ന് വെച്ചാ, അമരീഷ് പുരി സാറും അമീഷ പട്ടേൽ മാമും അവിടെ ഉണ്ട്. അവര് പാകിസ്ഥാനിലേക്ക് പോവുകയാണ്. അമീഷ പട്ടേൽ മാം അവിടെ തന്നെ നിൽക്കും, പക്ഷെ അമരീഷ് പുരി സാർ അവിടുന്ന് പോവും. അതായത് കറക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ അന്ന് ഇത് 97 നടന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ 96 ഷൂട്ടിംഗ് നടന്ന സമയം. എനിക്കപ്പോൾ ശരിക്കും വലിയ ഷോക്കായിരുന്നു. നമ്മുടെ കയ്യിൽ തുണിയുടെ വലിയ വലിയ ബാണ്ടക്കെട്ടുകളൊക്കെ തരും. അതായത് ആളുകൾ ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ എന്തൊക്കെയോ കാണിച്ച് എന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു. ഇപ്പോൾ പറയുകയാണെങ്കിൽ അമരീഷ് പുരി സാറും അമീഷ പട്ടേലും എന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഞാനാണെങ്കിൽ ആകെ വല്ലാത്തൊരു അവസ്ഥയിലുമാണ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ അമരീഷ് പുരി സാറിന്റെ ഒരു വലിയ ഫാനാണ്. എനിക്ക് എന്നെ തന്നെ അപ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. ഞാൻ പോയി നേരെ അദ്ദേഹത്തെ ഇങ്ങനെ തട്ടി. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടു. ഏയ്, ആരാണത്? അപ്പൊ ഇത് ഞാനാ. എനിക്കും ആ സിനിമയുടെ കഥ എന്താണ് ഏതാണെന്നൊന്നും അറിയില്ലല്ലോ. അതൊക്കെ നമുക്ക് സിനിമ കണ്ടാലല്ലേ അറിയൂ. അമീഷ പട്ടേൽ എപ്പോ വേണമെങ്കിലും വരാം. അമരീഷ് പുരി സാർ ട്രെയിനിൽ കയറുകയും ചെയ്യും. പക്ഷെ ഹീറോയിൻ എന്തിനാ പെട്ടെന്ന് ട്രെയിനിൽ ഇറങ്ങിയത് മാത്രം മനസ്സിലാവുന്നില്ല. അവസാനമാണ് എനിക്ക് മനസ്സിലായത് ആ സീൻ അങ്ങനെയായിരുന്നു. അതിനെല്ലാം ശേഷമാണ് ഞാൻ ആ ഗദർ എന്ന് പറയുന്ന സിനിമ കാണുന്നത്. സിനിമ കണ്ടിട്ട് ഞാനാകെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. പിന്നീട് ഞാൻ സണ്ണി സാറിനോട് പറഞ്ഞു, സാർ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അദ്ദേഹം ചിരിച്ചു. സത്യം പറഞ്ഞാൽ സണ്ണി സാർ അമൃത്സറിലേക്ക് വന്നതേ ഇല്ല. അദ്ദേഹത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റാണ് 2-3 സീനുകൾ ചെയ്തു തന്നെ. അദ്ദേഹം അവിടെ ഇവിടെയൊക്കെ തെരയുന്ന പോലുള്ള 2-3 സീനുകൾ, ആ ഷോട്ടുകൾ അങ്ങനെ എടുത്തു. സണ്ണി ഡിയോൾ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല, ഞാൻ കണ്ടതല്ലേ. പോരാത്തതിന് എനിക്കാണെങ്കിൽ നല്ല അടിയും കിട്ടിയതാ. ആകെ മൊത്തം നാണക്കേടല്ലേ. ശരി, അതൊക്കെ പോട്ടെ, പഴയ കഥകളല്ലേ. ഇപ്പൊ ഉള്ള കാര്യങ്ങൾ പറ, കേട്ടെ. താങ്ക്സ്. അതായത് സത്യം എന്താണെന്ന് വെച്ചാൽ, ടിവിയാണ് നിങ്ങളെ ഇത്രയും വലിയ സ്റ്റാർ ആക്കിയത്, ഇത്രത്തോളം പ്രശസ്തനാക്കിയത്. എന്നാലും ഫിലിമിനോട് താങ്കൾക്കൊരു പ്രത്യേക ഇഷ്ടമില്ലേ? അതിൽ ഒരു 35 കോടി രൂപ താങ്കൾ നഷ്ടപ്പെടുത്തിയെന്നും കേൾക്കുന്നുണ്ടല്ലോ. അതായത് ഞാനിപ്പോ എന്റെ വല്യമ്മാവൻ, അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയായിരുന്നു, അതായത് അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുടപിടിക്കുമെന്ന് പറയായിരുന്നു. അങ്ങനെ ഇരിക്കെ കുറച്ച് ബാങ്ക് ബാലൻസ് ഒക്കെ വരികയുണ്ടായി. അപ്പോ എനിക്ക് ശരിക്കും ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ മനസ്സറിഞ്ഞ് ചെയ്തു. ഞാൻ ആ പ്രോസസ് ചിരിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. അതെ സാർ, ഞാൻ കണ്ടു. അതും വലിയ സ്ക്രീനിൽ തന്നെ ഞാൻ പോയി കണ്ടു. എനിക്കറിയാം സാർ, മനുഷ്യരാകുമ്പോൾ തെറ്റുകൾ സംഭവിക്കും, അങ്ങനെ പഠിക്കാൻ പറ്റൂ. സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. സത്യം പറഞ്ഞാൽ പിന്നൊരു കാര്യം, എനിക്ക് നിങ്ങളോട് സത്യം പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഹമ്പിളായിട്ട് പറയുകയാണ്, ഒരു വർഷം 10-12 സിനിമകളൊക്കെ എനിക്ക് ഓഫറായിട്ട് വരാറുണ്ട്. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റാത്തത്ര ഞാൻ ബിസി ആയിരിക്കും.
ഈ ലോകം തന്നെ വളരെ വിചിത്രമായ ഒന്നല്ലേ? നമ്മളെല്ലാം വിശ്വസിക്കുന്നത് അങ്ങനെയാണല്ലോ. സീരിയസ് ആയിട്ട് ഈ പടത്തിന്റെ ട്രെയിലർ വന്നില്ലേ? അങ്ങനെ 9 സിനിമകളുടെ ട്രെയിലറും വന്നു. പക്ഷെ ഇതുവരെ എന്നെ ആരും സീരിയസ് ആയിട്ട് എടുത്തിട്ടേ ഇല്ല. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്കത് മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ചെയ്യും. പക്ഷേ ഈ പടത്തിന്റെ പേരെന്താ ഇങ്ങനെ ആയി പോയത്? ഏതോ പാസ്ത പീസ്ത പോലെ, ഏതോ പ്ലാന്റിന്റെ പേര് പോലെ. ഈ പടത്തിന്റെ പേര് സ്വിഗാറ്റോ എന്നാണ്. നിങ്ങൾ ഈ ചോദിച്ച പോലെ തന്നെയാണ് അക്ഷയ് എന്നെ കണ്ടപ്പോഴും ചോദിച്ചത്. അല്ല, ഇത് സിനിമയാണോ അതോ നൂഡിൽസ് ആണ്? ഞാനപ്പോ പറഞ്ഞു ഈ സിനിമയുടെ പേര് കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നിരുന്നാലും നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും, അതായത് ഇത് നമ്മുടെ നാടിന്റെ കഥയാണ്. അതായത് യൂണിവേഴ്സിന്റെ കഥയാണ്. ഈ പാൻഡമിക്കിൽ ഒരുപാട് ആളുകൾക്ക് അവരുടെ ജോലി നഷ്ടപ്പെടുകയുണ്ടായി. അതിൽ എഫക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളിൽ നിന്നുള്ള നായകനാണ് ഇതിൽ. അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നന്ദിത ദാസ് താങ്കളെ ഈ ഫിലിമിലേക്ക് സെലക്ട് ചെയ്തതിന്റെ കാരണം അവർ താങ്കളുടെ കോമഡി ഷോ ഒന്നും കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ്. അദ്ദേഹം എവിടെയോ ഞാനും കരൺ ജോഹർ സാറും എവിടെയോ ഷോ ഹോസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ആ പരിപാടി ഞാൻ വളരെ നാച്ചുറലായിട്ട് അവതരിപ്പിക്കുന്നത് അവർക്ക് തോന്നി. അതായത് കരൺ ജോഹർ സാർ സംസാരിക്കുമ്പോൾ ആ ഷോയുടെ ഓപ്പണിംഗിൽ അദ്ദേഹം പറഞ്ഞു, ഹലോ സുഹൃത്തുക്കളെ, ഞാനാണ് കരൺ ജോഹർ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോ അവർക്ക് തോന്നിക്കാണും ഇദ്ദേഹം വളരെ നാച്ചുറൽ ആണ്, ഇദ്ദേഹത്തെ നമുക്ക് കാസ്റ്റ് ചെയ്യണം. അദ്ദേഹം നല്ല ബുദ്ധിയുള്ള ഒരു സ്വർണ്ണ വ്യാപാരിയാണ്. വജ്ര ഏതാണെന്ന് അദ്ദേഹത്തിന് അറിയാം. മാത്രമല്ല സിനിമയിൽ ഞാൻ തകർത്തിരിക്കല്ലേ. പക്ഷേ കപിൽ, നന്ദിത ദാസ് ഒരു സീരിയസ് ഫിലിം മേക്കറാണ്, ഒരു അതെ, സീരിയസ് ഡയറക്ടറാണ്. താങ്കൾ ഒരു കോമഡിയനും. യഥാർത്ഥത്തിൽ വഴി തെറ്റിയത് ആർക്കാണ്? ആരും വഴിയൊന്നും തെറ്റിപ്പോയിട്ടില്ല. അതായത് നമ്മളെല്ലാവരും മനുഷ്യരാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇമോഷൻസും ഉണ്ട്. ചിലപ്പോൾ നമ്മൾ നല്ല സന്തോഷത്തിലായിരിക്കും, അതേസമയം നമ്മൾ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും. നമുക്ക് എല്ലാ മൂഡുകളും ഉണ്ട്. പിന്നെ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, നല്ല കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, അതെല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിക്കും. അതായത് നന്ദിതാദാസും കപിൽ ശർമ്മയും എന്താണ് ചെയ്യുന്നത്, അത് നടന്നു, അത് ക്ലിക്കായി. ആ എക്സ്പെരിമെന്റ് കാണുന്ന പ്രേക്ഷകർക്ക് അതൊരു എക്സ്പെരിമെന്റ് ആണ്. പക്ഷേ ഞാൻ പണ്ട് തൊട്ടേ തിയേറ്ററൊക്കെ ചെയ്യുന്ന ആളാണല്ലോ. ഈ കോമഡി ബൈ ചാൻസ് വന്നൊരു കാര്യമാണ്. പക്ഷേ ഈ കോമഡി ടി വിയിൽ കണ്ട ഉടനെ എല്ലാവർക്കും ആദ്യൊരു ഷോക്കൊക്കെ ഉണ്ടായിരുന്നു. അതായത് എന്നെ അറിയാവുന്നവർ, എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, അവർക്കറിയാം ഞാനൊരു സീരിയസും ഇന്റലക്ച്വലുമായ ഒരു പേഴ്സണാണ്. സത്യം മനസ്സിലാവുന്നുണ്ട് താങ്കൾ എത്രത്തോളം സീരിയസ് ഇന്റലക്ച്വൽ ആണെന്ന്. കാനഡ ഫിലിം ഫെസ്റ്റിവലിൽ താങ്കൾ ഇന്റർവ്യൂ മൊത്തം ഇംഗ്ലീഷിലാണ് നൽകിയിരിക്കുന്നത്. താങ്ക് യു. ഞാനെന്റെ എല്ലാ കഴിവുകളും അങ്ങ് കാണിച്ചു. നമുക്കിപ്പോ എന്താ 2 ദിവസമല്ലേ ഫെസ്റ്റിവല്, അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തും. പിന്നെ ഞാൻ അതിനെ കുറിച്ചൊന്നും ആലോചിക്കാറേ ഇല്ല. പക്ഷെ അതൊരു നല്ല ഇന്റർവ്യൂ ആയിരുന്നു. കാനഡ മുഴുവൻ ഇപ്പൊ എന്റെ ഇന്റർവ്യൂയെ കുറിച്ചാണ് സംസാരം. റീചാർജ് എവിടെയാ ചെയ്തത്? ഇംഗ്ലീഷിനോ? അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും സാർ. ഇവിടെ നമ്മുടെ ആളുകളാണ് ഇംഗ്ലീഷ് പറയാൻ പേടിക്കുന്നത്. നമ്മുടെ ആളുകൾ തെറ്റുകൾ കണ്ടുപിടിക്കും, റോങ് സെന്റൻസ്. വെള്ളക്കാർക്ക് അതിന്റെ സബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലായി മാത്രം മതി. അതായത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് അവർ മനസ്സിലാക്കും. ഞാൻ എപ്പോഴും മെയിനാണ് സംസാരിക്കാറ്. ഞാൻ സൗത്ത് കൊറിയയിൽ പോയിരുന്നു. അവരുടെ ഇംഗ്ലീഷ് കേട്ടു. ഞാൻ എന്റെ ഇംഗ്ലീഷാണ് ഏറ്റവും മോശം എന്ന് കരുതിയത്. പക്ഷെ അവരുടെ ഇംഗ്ലീഷ് കേട്ടപ്പോ അതായത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ്, പിന്നെ ഇംഗ്ലീഷിനുള്ളിലെ ഇംഗ്ലീഷ്, അതും അവരുടെ ലോക്കൽ ആക്സെന്റില്. അവരെന്റെ പേര് വിളിക്കില്ലേ, അവരെന്റെ പേരാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് ആദ്യമൊന്നും മനസ്സിലായതേ ഇല്ല. ഇന്ത്യൻ അടുത്തത് എന്റെ പേരായിരിക്കും വിളിക്കാന്ന് വെച്ച് നോക്കിയിരുന്നപ്പോ നിങ്ങളെ വിളിക്കുന്ന ചെല്ലെന്ന് പറഞ്ഞു. പക്ഷെ ആക്ച്വലി അവർക്ക് നല്ല സ്നേഹമായിരുന്നു കേട്ടോ നമ്മളോട്. സൗത്ത് കൊറിയയിലുള്ള ആളുകൾക്ക് ഞാൻ ആരാണെന്ന് പോലും അറിയില്ല. അതായത് ഞാൻ ഇന്ത്യയിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. പിന്നെ അവര് വളരെ വളരെ ഇമോഷണൽ ആയിരുന്നു. പിന്നെ ഒന്ന് ചിരിച്ചു. പിന്നെ എപ്പോഴും മനസ്സിലായി ഇയാള് സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ ചെയ്യുന്ന ആളാണെന്ന്. പിന്നെ നല്ല സ്നേഹമായിരുന്നു. അവരും ഇത് തന്നെ പറയുന്നത്, നിങ്ങൾ സിനിമയിൽ ശരിക്കും തകർത്തു എന്ന്. ഈ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. സാർ, എന്റെ ചോദ്യം ഇതാണ്. നിങ്ങൾ എല്ലാരെയും കളിയാക്കാറുണ്ട്. അതെ അതെ. പക്ഷെ നിങ്ങൾ ഇതുവരെ യാതൊരു ന്യൂസ് ചാനലിനെയും കളിയാക്കിയിട്ടില്ല. സാർ, ഒരുപക്ഷെ നിങ്ങൾക്ക് സാർ നിങ്ങൾക്ക് അവരെ കണ്ട പേടിയാണോ? സോറി, നിങ്ങൾക്ക് അവരെ കണ്ട പേടിയാണോന്ന്? ഈ ന്യൂസിനെ നമുക്ക് എങ്ങനെ കളിയാക്കാൻ പറ്റും? ന്യൂസ് വളരെ നല്ലൊരു കാര്യമല്ലേ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റില്ലേ. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ഒന്നും മിണ്ടില്ല. ഉറപ്പാണോ സാർ? അപ്പൊ ഞാൻ കാര്യത്തിലേക്ക് വരാം. എല്ലാ ന്യൂസുകാരെയും പറയല്ല ഞാൻ. ചില ആളുകൾ, ഇവിടെ ഇല്ലാത്ത ആളുകൾ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ സമയം വളരെയധികം ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. എല്ലാം വളരെ സ്പീഡാണ്. ആദ്യമൊക്കെ ക്രിക്കറ്റ് നോക്കുകയാണെങ്കിൽ 5 ദിവസം കണ്ടിന്യൂസ് കളിയായിരുന്നു. ഇപ്പൊ 1 ഡേ വന്നു, 2020 വന്നു. ആ ഫോർമാറ്റ് തന്നെ ഇപ്പൊ ന്യൂസിലും വന്നു, മ്യൂസിക്കിലും വന്നു,
പാട്ടൊക്കെ ആദ്യം 6-7 മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 2 മിനിറ്റും 3 മിനിറ്റും ഒക്കെ ആയി മാറി. ന്യൂസ് ചാനലുകളും അങ്ങനെ തന്നെയാണ്. നോക്കുകയാണെങ്കിൽ ഒരുപാട് ന്യൂസ് ചാനലുകൾ വന്നു കഴിഞ്ഞു. നാട് പഴയത് തന്നെയാണ്. അതുപോലെ വാർത്തകൾ, പിന്നെ ന്യൂസ് ചാനലുകൾ. ആദ്യത്തെ പ്രോഗ്രാമുകളുടെ പേരൊക്കെ നോക്കുകയാണെങ്കിൽ 60 മിനിറ്റിൽ 60 വാർത്തകൾ. പ്രോഗ്രാം എന്തായാലും തുടങ്ങിയിരിക്കും. പക്ഷെ ന്യൂസ് നോക്കുകയാണെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിരിക്കും. പിന്നെ എങ്ങനെയാ തുടങ്ങുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിനെ സന്ദർശിച്ചു. ആ ന്യൂസിനെ തന്നെ 5 പീസുകളാക്കി മാറ്റും. ബൈഡൻ മോദിയെ സ്നേഹാദരവുകളോടുകൂടി സ്വീകരിച്ചു. ഇതൊരു ന്യൂസ്. മോദിയെ കണ്ട് ആവേശഭരിതനായി ബൈഡൻ. അത് മറ്റൊരു ന്യൂസ്. ബൈഡനും മോദിയെ കണ്ടതിൽ സംതൃപ്തനായി. ന്യൂസ് അത് തന്നെയാണ്. 60 വാർത്തകൾ പറയണ്ടേ 1 മിനിറ്റ്? ഇപ്പൊ 40 മിനിറ്റ് എങ്ങനെയൊക്കെയോ വളച്ചൊടിച്ച് ന്യൂസുകൾ പറഞ്ഞു. 45ാമത്തെ ന്യൂസ് വരുമ്പോഴേക്കും വാർത്തകൾ കംപ്ലീറ്റ് തീരും. പിന്നെ സാധാരണ ന്യൂസുകൾ നമ്മുടെ നാടുകളിൽ നടക്കുന്നത്. പ്രധാനമന്ത്രി വെച്ച് തന്നെ 45 മിനിറ്റിന്റെ ന്യൂസ് കൊടുത്തു കഴിഞ്ഞു. മിർസാപൂരിൽ ഭർത്താവിന്റെ ചെവി വെട്ടിയ ഭാര്യ. എങ്ങനെയുണ്ട്? സ്കൂളിൽ പാരന്റ്സ് മീറ്റിംഗിന് വന്ന സ്ത്രീയും പ്രധാന അധ്യാപകനും തമ്മിൽ വഴക്ക്. ഇങ്ങനെയാ നടക്കുന്നത്. ബലിയയിൽ സ്ത്രീധനം ചോദിച്ചതിന് അമ്മായിയമ്മയുടെ മൂത്ത് കാറി തുപ്പിയ മരുമകൾ. ഇതുപോലുള്ള വാർത്തകളായിരിക്കും പിന്നീട് വരുന്നത്. വാരണസിയിൽ ഒരു മദ്യപൻ മദ്യപിച്ച് നടത്തിയ ആട്ടം കാണൂ. ബൈഡനിൽ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പൊ കണ്ടില്ലേ? ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ന്യൂസുകളെല്ലാം ഉണ്ടാവുന്നത്. പക്ഷെ ന്യൂസ് കേൾക്കാൻ നല്ല രസമായിരിക്കും. ഞാനിപ്പോ വേണമെന്ന് വെച്ച് കളിയാക്കുന്നതല്ല, പക്ഷെ ഇതാണ് ഇവിടെ നടക്കുന്നത്. അല്ല, ചില സമയത്ത് വരുന്ന ന്യൂസ് എന്താണെന്ന് അറിയാവോ? കൃഷിക്കാർ കള്ളന്മാരെ ഓടിക്കാൻ വേണ്ടി ഹണി സിംഗിന്റെ പാട്ട് കേൾപ്പിച്ചെന്ന്. നിങ്ങൾ ഇത് ന്യൂസ് കേട്ടില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ഹിന്ദി പേപ്പറിൽ ഞാനും വായിച്ചിരുന്നു. അതിൽ എന്തായിരുന്നു ഉള്ളതെന്ന് വെച്ചാൽ, ഒരു കർഷകൻ തന്റെ വിളകളെ കാട്ടുമൃഗങ്ങളിൽ നിന്നും രക്ഷിക്കാനായി ഹണി സിംഗിന്റെ പാട്ടുകൾ വെക്കും. അതിലും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ പുറകിൽ ഒരു മ്യൂസിക് ക്രൂ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പാട്ടിൽ ഹെവി മ്യൂസിക് ആയിരിക്കും. ഒരുപക്ഷെ അത് കേട്ടിട്ട് ഭയന്നിട്ടുണ്ടാവാം. പക്ഷേ ന്യൂസ് വരുമ്പോൾ അത് എങ്ങനെയൊക്കെ മാറുന്നു കണ്ടില്ലേ? വാവ്. കപിൽ, പറയൂ സാർ. നിങ്ങൾ ധാരാളം ന്യൂസുകൾ കാണാറുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇതും കണ്ടു കാണും. അതായത് യുക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കി, അദ്ദേഹം സ്റ്റാൻഡ് ഓഫ് കോമഡിയൻ ആയിരുന്നു. ഇന്ന് അദ്ദേഹം പുടിന്റെ കൂടെ യുദ്ധം ചെയ്യുക. അതെ. പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്റർ ഭഗവന്ത് മാൻ, അദ്ദേഹവും സ്റ്റാൻഡ് ഓഫ് കോമഡിയൻ ആയിരുന്നു. അതെ. സോ കോമഡിയൻസിനൊക്കെ ഒരു പുതിയ വഴി ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. യാ. സത്യമാണ് സാർ. താങ്കളെ പറ്റി എന്തെങ്കിലും അങ്ങനെയുള്ള ന്യൂസ് ഒക്കെ വരുമോ? സാർ, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആളുകൾ പൊളിറ്റീഷ്യൻസ് ആയതിനു ശേഷം എന്തിനാ ഇത്ര സീരിയസ് ആവുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാർ. രാഹുൽ ഗാന്ധിയൊക്കെ അങ്ങനെ സീരിയസ് ആയിട്ട് നടക്കുന്ന ആളല്ലേ? മാത്രമല്ല, പ്രധാനമന്ത്രി മോഡി എന്താണ് പറഞ്ഞത്? രാഹുൽ ഗാന്ധി കപിൽ ശർമ്മയ്ക്ക് ഒരു ഭീഷണിയാണെന്നാണ്. അങ്ങനെ പറഞ്ഞിരുന്നോ? വാവ്. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, അതായത് അല്ല സാർ, എനിക്കിതാണ് സാർ ഇഷ്ടം. ഞാനിങ്ങനെ കോമഡി ചെയ്യുന്നത്, ആളുകളെ ചിരിപ്പിക്കുന്നത്, ഫൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത്, ഞാൻ പൊളിറ്റീഷ്യൻ ആയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ വെള്ള ഡ്രസ്സ് തന്നെ നമ്മളെ ആകെ ടെൻഷനാക്കി കളയും. ആളാകെ മാറിപ്പോവും. നിങ്ങൾ തന്നെ നോക്കൂ സാർ. അതായത് ഞാനിപ്പോ കോമഡി ചെയ്യുമ്പോൾ അത് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഞാൻ ഇതുവരെ ഏത് രാജ്യത്തിന്റെ ആയിക്കോട്ടെ ഒരു പ്രധാനമന്ത്രിയും അവർ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. ഇങ്ങനെയൊന്നും ചെയ്യുക പോലുമില്ല. സത്യമാണോ? ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നെ പോലെ ജീവിക്കാൻ വളരെ ഈസിയാണ് സാർ. എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നെ കണ്ടില്ല സാർ. പക്ഷേ പ്രധാനമന്ത്രിക്ക് അങ്ങനെ പറ്റുമോ? അത് ഏത് രാജ്യത്തിന്റെ ആയാലും ശരി, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ എനിക്കെന്താണ് തോന്നുന്നത് വെച്ചാൽ, നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അത് ശരിയായിരിക്കണം. ജനങ്ങളെ നമ്മൾ ചിരിപ്പിക്കുന്നു. സോ വേറെ ഒന്നിനെ കുറിച്ചും നമ്മൾ ആലോചിക്കണ്ട. അല്ല സാർ, താങ്കൾ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? സാർ, എന്റെ ചോദ്യം ഇതാണ്. നിങ്ങളുടെ ഷോയിൽ വലിയ വലിയ സെലിബ്രിറ്റീസ് എല്ലാം വരുന്നുണ്ട്. അമിതാഭ് ബച്ചൻ സാർ വന്നു, ഷാരൂഖ് ഖാൻ സാർ, സൽമാൻ സാർ, എല്ലാവരും നിങ്ങൾക്കൊരു ഉപദേശം തന്നു. പക്ഷെ നിങ്ങൾ അത് കേട്ടില്ല. ഓക്കെ. എല്ലാവരും പറഞ്ഞത് ഒന്നാണ്, കല്യാണം കഴിക്കാതെ കപിലെന്ന്. പക്ഷെ അവർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. അത് ശരി. അപ്പൊ അവർക്ക് ചെയ്യാൻ എന്നെ തടയാണല്ലേ? ഞാൻ എന്തിനു ചോദിക്കണം? ഞാൻ കല്യാണം കഴിച്ചല്ലോ, അത് നല്ല സന്തോഷമായിട്ട്. എന്തുകൊണ്ട് കല്യാണം കഴിക്കാൻ പാടില്ല? അതൊരു നല്ല കാര്യമാണ്. ഞാൻ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാനിങ്ങനെ എപ്പോഴും കോമഡി ചെയ്തുകൊണ്ടിരിക്കും. ചില സമയങ്ങളിൽ നമ്മൾ വൈഫിന്റെ കൂടെ വീട്ടിലായിരിക്കും. ഞങ്ങൾക്കിടയിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ അവളോട് തമാശകളൊക്കെ കാണിക്കും, പക്ഷെ അവൾ അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ ആ റിലേഷൻഷിപ്പ് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. എന്റെ ലൈഫിൽ കല്യാണത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു. പിന്നെ
ലൈഫ് ആക്ച്വലി ശരിക്കും മാറി, നല്ല ബ്യൂട്ടിഫുൾ ആയി. ഇത് എല്ലാവർക്കും എന്റെ ഒരു അഡ്വൈസ് ആണ്. ഇതുവരെ ആരൊക്കെയാണോ കല്യാണം കഴിക്കാത്തത് അവര് തീർച്ചയായിട്ടും കല്യാണം കഴിക്കണം. കഴിഞ്ഞവരെ വീണ്ടും ഒന്നുകൂടെ കെട്ടണം. സോറി, എനിക്ക് തെറ്റുപറ്റിയതാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, തീർച്ചയായിട്ടും കല്യാണം കഴിക്കണം. പക്ഷേ കപിൽ, കല്യാണം ആയതിനു ശേഷവും ഈ ഫ്ലഡ് ചെയ്യാനുള്ള ധൈര്യം എവിടുന്നാ വന്നത്? അതെന്താ അങ്ങനെ പറയുന്നത്? പഞ്ചാബിക്കാരെല്ലാരും ഫ്ലേർട്ട് ചെയ്യുന്നതാണോ? അങ്ങനെയാണെങ്കിൽ ചൈനയിലെ ജനസംഖ്യ നോക്കൂ, അവരൊക്കെ പഞ്ചാബികളാണോ? ഇതങ്ങനെയൊന്നുമല്ല സർ. എനിക്കറിയില്ല, നല്ല സുന്ദരിയായ ഒരു ഹീറോയിൻ നടന്നു വരുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നു. അതായത് അത് അവിടെ നടക്കുന്നതാണ്, അതായത് ക്യാമറയുടെ മുന്നിലെ. അല്ലെങ്കിൽ എന്റെ സ്വഭാവം ഇങ്ങനെയല്ല. ആദ്യത്തെ സിനിമ ഞാൻ ഇങ്ങനെയല്ല ചെയ്തത്. ഇപ്പൊ ഷൂട്ടിൽ സംസാരിക്കുമ്പോൾ പോലും റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കില്ല. പിന്നീട് അദ്ദേഹം വന്നു, അബ്ബാസ് മസ്താൻ, അതായത് ഇത് നിങ്ങളുടെ വൈഫാണ്. ഞാൻ ആദ്യത്തെ ദിവസം സെറ്റിലേക്ക് പോവാണ്. ശരിക്കും ടെൻഷനാവും. ഏതോ ഒരു പെണ്ണിനെ പോയിട്ട് എങ്ങനെയാ ഹഗ് ചെയ്യുന്നത്? ഒരു സുഹൃത്തെങ്കിലും ആയിരിക്കട്ടെ, എന്നാലല്ലേ ഹഗ് ചെയ്യാൻ പറ്റൂ. ആദ്യത്തെ സിനിമയിൽ ഞാൻ ശരിക്കും പേടിച്ചു പോയി. പക്ഷെ ഇപ്പൊ കുറച്ച് ഫ്രീ ആയി. അങ്ങനെയല്ല, അതായത് വീട്ടില് റിഹേഴ്സൽ ചെയ്യല്ലോ, അങ്ങനെ പ്രാക്ടീസ് ആയി. വീട്ടിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭാര്യ ഉണ്ടെങ്കിൽ നമുക്ക് ക്യാമറയുടെ മുന്നിൽ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതാണ്. വീട്ടിലേക്ക് പോയതിനു ശേഷം മനസ്സിലാക്കും. ഞാൻ പോയി, അതല്ല ഹൈദരാബാദിൽ എത്തിയത്.